morning all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നോക്കാം. The first one, GST Council approves 2 rate tax slabs effective September 22nd. Okay, GST Council 2 tax slabുകൾ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് ന്യൂസ്. Then second one is India's recent maritime reforms need course correction. Then the third one, should reservations exceed the 50% cap? Then the fourth one is Jaishankar meets German foreign minister, pushes for EU-India free trade agreement. Okay, so നമുക്കിനി ഓരോ ന്യൂസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? GST Council approves 2 rate tax slab effective September 22nd. Okay, GST കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിലുണ്ടായ സുപ്രധാനമായിട്ടുള്ള എന്താണ് ഒരു തീരുമാനത്തിനെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. സോ എന്താണ് കോണ്ടെക്സ്റ്റ്? ദ 56th മീറ്റിംഗ് ഓഫ് ദ GST കൗൺസിൽ ചെയർഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഡിസൈഡഡ് ടു റീസ്ട്രക്ചർ ഇന്ത്യസ് GST ഫ്രെയിംവർക്ക് ഇൻ ടു എ സിംപ്ലിഫൈഡ് സിസ്റ്റം. Okay, the council adopted a primarily 2 rate structure, that is 5% and 18%, along with a special 40% rate for thin and luxury goods. Then this reform aims at reducing tax complexity, improving compliance and making the system more. Okay, സോ അവരുടെ 2 ഡിസിഷൻസ് മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണ്? 2 ടാക്സ് സ്ലാബിലേക്ക് കൊണ്ടുവരിക, 5 and 18% ആൻഡ് എ സ്പെഷ്യൽ 40% ടാക്സ് റേറ്റ് ഫോർ സിൻ ആൻഡ് ലക്ഷറി ഗുഡ്സ്. ഓക്കെ, കമ്മിങ് ടു ദ ഹൈലൈറ്റ്സ് ഓഫ് ദ ഡിസിഷൻ. എന്താണ്? 2 rate structure. Most goods and services will now be taxed at either 5% or 18%. Then special tax rate of 40% to be levied on sin goods like tobacco, guttka, cigarettes, and luxury, super luxury items like yachts and large cars, helicopters. Okay, then relief for common man. How this becoming a relief for common man? Like household items like soap, toothpaste, shampoo, tableware, bicycle, kitchenware, all these items have moved to 5%. Okay, then essential food items like paneer, Indian bread, roti, chapati, paratha, like things, and UHT milk exempted, like they are ഈ ഒരു ടാക്സ് സ്ലാബിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ 0% ആണ് അവരുടെ GST വരുന്നത്. ദെൻ 33 ലൈഫ് സേവിങ് മെഡിസിൻസ്, ദെൻ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ 0% ആക്കി. സോ ദാറ്റ് ക്യാൻ ബി എ റിലീഫ് ഫോർ കോമൺ മാൻ. ഓക്കെ, ദെൻ സപ്പോർട്ട് ടു ഇൻഡസ്ട്രീസിനെ ഈ ഒരു ഡിസിഷൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ് ലൈക്ക് ഹാൻഡിക്രാഫ്റ്റ്, ഇന്റർമീഡിയറ്റ് ലെതർ ഗുഡ്സ്, മാർബിൾ ഓർ ഗ്രാനൈറ്റ് ബ്ലോക്സ്, ഇവിടെയൊക്കെ വളരെയധികം ലേബർ ആവശ്യമുള്ള സെക്ടേഴ്സ് ആണ് അല്ലേ? സോ അതൊക്കെ 5%ലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ സിമെന്റ് റെഡ്യൂസ്ഡ് ഫ്രം 28% to 18%. So that is a big relief for industries. Okay, then inverted duty structure. What? In the inverted duty structures corrected for textile, that is MMF, fiber and yarn, and fertilizers, sulfuric acid, nitric acid and ammonia. Okay, inverted duty structure എന്ന് പറയുന്നതാണ് ഇൻപുട്ടിന് ഔട്ട്പുട്ടിനേക്കാൾ ഡ്യൂട്ടി വരുന്ന ഒരു കേസ് ആണല്ലേ. സോ അതിൽ നമുക്കൊരു കറക്ഷൻ വരുന്നുണ്ട് അല്ലേ. So that helps industries. Then in automobile sector, we can see that small cars, motorcycles എന്താണ് less than or equal to 350cc വരുന്നതും അതുപോലെ AC, TV ഒക്കെ 28%ൽ നിന്ന് 18%ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബസ്സസ്, ട്രക്സ്, ആംബുലൻസസ് ആൻഡ് ഓട്ടോ പാർട്സ് ബ്രോട്ട് അണ്ടർ 18%. നമ്മുടെ 350cc എബവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിനൊക്കെ എന്താണ് ആ 40% സ്ലാബിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഫിസ്ക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, എസ്റ്റിമേറ്റഡ് റവന്യൂ ലോസ് ഓഫ് 48,000 crore rupees based on 2023-24 consumption data, though the government expects
expects buoyancy effects through improved compliance and consumption. ഓക്കെ, ലൈക്ക് ടാക്സ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ്, നമ്മൾ ടാക്സ് കളക്ഷൻ കൂടുന്ന ഒരു ഫിനോമിന ഉണ്ടല്ലോ, നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കട്ടൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ പോലത്തെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ടൊബാക്കോ ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് വിൽ മൂവ് ടു 40% സ്ലാബ് ആഫ്റ്റർ ദ സെൻറ്റർ ക്ലിയേഴ്സ് ഇറ്റ്സ് കോമ്പൻസേഷൻ റിലേറ്റഡ് ബോറോയിങ് ടു ദ സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? സിംപ്ലിഫൈസ് ഇന്ത്യസ് GST regime. ഇന്ത്യയുടെ GST റെജീമിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി കുറയുന്നു. ഡിഫറെന്റ് സ്ലാബുകളിൽ കിടന്നിരുന്ന ആ ഒരു കാര്യങ്ങളെ നമ്മൾ 2 സ്ലാബുകളിലേക്കും പിന്നെ ഒരു സ്പെഷ്യൽ ടാക്സ് സ്ലാബിലേക്കും മാറ്റിയത് കൊണ്ട് എന്തായി, അതൊന്ന് സിംപ്ലിഫൈഡ് ആയി. ഓക്കെ, മൂവിങ് ടുവേർഡ്സ് ഫ്യൂവർ സ്ലാബ്സ്. ദെൻ പ്രൊവൈഡ്സ് റിലീഫ് ടു ഹൗസ് ഹോൾഡ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ എന്താണ്, ഇറ്റ് ഗിവ്സ് റിലീഫ് ടു ഹൗസ് ഹോൾഡ്സ്, ഫാമേഴ്സ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രീസിനൊക്കെ അതൊരു റിലീഫ് ആയിട്ടുണ്ട്. ദെൻ കറക്റ്റ്സ് ഡിസ്റ്റോർഷൻസ് ലൈക്ക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഓക്കെ, then aligns luxury or sin goods with higher taxation upholding equity principles. Okay, luxury and sin ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ ഹയർ ടാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇക്വിറ്റി പ്രിൻസിപ്പിൾസിനെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നത് വഴി. ഓക്കെ, ദെൻ ബാലൻസസ് ഫിസ്ക്കൽ കൺസിഡറേഷൻസ് വിത്ത് വെൽഫെയർ ആൻഡ് ഗ്രോത്ത് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മുടെ വെൽഫെയർ ആൻഡ് ഗ്രോത്ത് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ഫിസ്ക്കൽ കൺസിഡറേഷൻ വെച്ച് ബാലൻസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഡാറ്റ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ മെയിൻസിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ GS3 ആണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യൻ എക്കോണമിയിൽ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ടാക്സേഷൻ റിഫോംസ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മെയിൻസിൽ ഇതിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഹെഡ്ലൈൻ ഇസ് വാട്ട്? India's recent maritime reforms need course correction. ഓക്കെ, റീസെന്റ് ഇന്ത്യയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ദ ഇന്ത്യൻ പോർട്സ് ബിൽ 2025 അല്ലേ. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. സോ വാട്ട് കറക്ഷൻ ഈസ് നീഡഡ് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണിത്. The Indian Ports Bill 2025 recently passed in Rajya Sabha marks a significant update to India's maritime legal framework. നമ്മൾ ഈ ഒരു ഇന്ത്യൻ പോർട്സ് ബിൽ 2025 കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൊളോണിയൽ ഇറയിലുള്ള ഒരു ഇന്ത്യൻ പോർട്സ് ആക്ട് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. 1908 നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ കൊണ്ടുവന്ന ആക്ട് ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോ അതിന് നമ്മളൊന്ന് മോഡേണൈസ് ചെയ്യണം, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. സോ ഇറ്റ് ഈസ് part of a broader maritime legislative package that also includes the Merchant Shipping Act 2025, Coastal Shipping Act 2025 and the Carriage of Goods by Sea Bill 2025. ഈ ഒരു 3 കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാക്കേജിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ടുഗദർ ദീസ് ലോസ് എയിം ടു മോഡേണൈസ് ഇന്ത്യസ് മാരിടൈം ഗവേണൻസ്, അലൈൻ വിത്ത് ഇന്റർനാഷണൽ പ്രാക്ടീസസ് ആൻഡ് പ്രൊമോട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഓക്കെ, നമ്മുടെ ഇന്റർനാഷണൽ പ്രാക്ടീസസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണിത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ആൻഡ് റിഫോംസ് എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ബില്ലിലുള്ള കീ ഫീച്ചേഴ്സ് ആൻഡ് റിഫോംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ. ഓക്കെ, മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ നമ്മൾ ഈ ഒരു ബില്ല് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ചെയർഡ് ബൈ എ യൂണിയൻ മിനിസ്റ്റർ ടു അലൈൻ സ്റ്റേറ്റ് പോർട്ട് ഡെവലപ്മെന്റ് വിത്ത് സെൻട്രൽ പ്രോജക്ട്സ്, ദാറ്റ് ഇസ് ലൈക്ക് സാഗർമാല, പ്രൈം മിനിസ്റ്റർ ഗതി ശക്തി പ്രോജക്റ്റ് പോലെയുള്ള നമ്മുടെ സ്കീം പോലെയുള്ള അതുമായിട്ട് നമ്മൾ അതിനെ അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സീക്സ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ പോർട്ട് ഗ്രോത്ത് ആൻഡ് കോഹറൻസ് ഇൻ റെഗുലേഷൻ. ഓക്കെ, ദെൻ ബാർസ് സിവിൽ കോഡ്സ്. ഓക്കെ, സിവിൽ കോഡ്സിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഹിയർ ചെയ്യുന്നതിൽ നിന്ന് ബാർ ചെയ്യുന്നുമുണ്ട്. ഷിഫ്റ്റിംഗ് ദം ടു ഇന്റേണൽ കമ്മിറ്റീസ്. അതിന് പകരം അവർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ഇന്റേണൽ കമ്മിറ്റീസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യട്ടെ എന്നാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
സോ നമ്മൾ ഓരോ ആക്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 2025, ഓക്കെ, it expands vessel definitions, strengthens maritime training oversight, and aligns liability and insurance with global conventions. എന്താണ് വെസൽ ഡെഫിനിഷന് തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് സ്ട്രെങ്തൻസ് മാരിടൈം ട്രെയിനിങ് ഓവർസൈറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് അലൈൻസ് liability and insurance with global conventions. Okay, then it allows partial Indian ownership of vessels. Okay, it allows partial what Indian ownership of vessels including by OCIs and foreign entities. Threshold left to executive notification. ഇവിടെ നമ്മൾ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസിനെ കുറിച്ചാണ് ഈ ഒരു ബില്ലിന്റെ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് പോയിന്റ്സ് ആർ റിലേറ്റഡ് ടു ദാറ്റ്. ഓക്കെ, ഇൻട്രൊഡ്യൂസസ് ബെയർബോട്ട് ചാർട്ടർ കം ഡിമൈസ് ലീസിംഗ് BBCD. ഓക്കെ, ഓൾസോ ബട്ട് റിസ്ക് ഇൻഡെഫിനിറ്റ് ഫോറിൻ കൺട്രോൾ വിത്തൗട്ട് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ്. അവിടെ ഒരു ലിബറലൈസിംഗ് ടെൻഡൻസി നമുക്ക് കാണാം. ഓക്കെ, റൈസസ് കൺസേൺസ് ഓഫ് ഇന്ത്യ slipping into a flag of convenience jurisdiction. Okay, then also next act എന്ന് പറയുന്നത് Coastal Shipping Act 2025. What is it? It seeks to strengthen cabotage rules that is related to domestic trade by Indian flagged vessels. Okay, നമ്മുടെ എയർ സീ വഴിയുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ് കാബോട്ടേജ് റൂൾസ് എന്ന് പറയുന്നത്. സോ it strengthens it. What? Coastal Shipping Act 2025 and grants wide discretionary powers to the DG Shipping to license foreign vessels. നമ്മുടെ എന്താണ് ഡിസ്ക്രിഷണറി പവേഴ്സ് ആർക്ക് കൊടുക്കാനാണ്? DG, ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ്, ടു വാട്ട്? ലൈസൻസ് ഫോറിൻ വെസൽസ്. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ വേ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇത് ഉള്ളത്. ഓക്കെ, then impose compliance burdens on small operators, particularly fishing industry. അപ്പോൾ അവരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, then criticisms and challenges. ഇത് വഴി വരുന്ന ക്രിറ്റിസിസംസും ചാലഞ്ചസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് ഐ ഹാവ് ടോൾഡ് ഏർലിയർ, എന്താണ് ഫെഡറലിസം കൺസേൺസ് ഇതിൽ വരുന്നുണ്ട്. ദർ ഇസ് എ സെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് അണ്ടർമൈൻ സ്റ്റേറ്റ്സ് ഫിസ്ക്കൽ ആൻഡ് പോളിസി ഓട്ടോണമി. സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ ആൻഡ് പോളിസി ഓട്ടോണമീനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സെൻട്രലൈസേഷൻ ടെൻഡൻസി നമുക്കിവിടെ കാണാം. റെഡ്യൂസിങ് ദെയർ റോൾ ഇൻ പോർട്ട് ഗവർണൻസ്. ഓക്കെ, ദെൻ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നുണ്ടോ? യെസ്. എന്താണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിൽ നിന്ന് നമ്മുടെ സിവിൽ കോഡ്സിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. സോ എന്താണ് അവിടെ ഒരു റേസിംഗ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് അവിടെ നമുക്ക് കാണാം. ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൺസേൺസ് നമുക്ക് അവിടെ കാണാം. സോ അവരുടെ ഇന്റേണൽ കമ്മിറ്റീസ് ആണ് അത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സിക്യൂട്ടീവ് ഓവർ റീച്ച്, അല്ലെ? ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സിക്യൂട്ടീവ് ഓവർ റീച്ച് കാണാം. എക്സസീവ് റിലയൻസ് ഓൺ ഡിസ്ക്രിഷണറി പവേഴ്സ് ഫോർ ഓണർഷിപ്പ് ത്രഷോൾഡ് ആൻഡ് ലൈസൻസിങ് ഡിസിഷൻസ്. ഓക്കെ, അത് അവിടെ ലിബറൽ ആക്കുന്നത് വഴിയുള്ള ചലഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് എക്സിക്യൂട്ടീവ് ഓവർ റീച്ച്. ദെൻ ഇമ്പാക്ട് ഓൺ സ്മോൾ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ചെറുകിട ഓപ്പറേറ്റേഴ്സിനെയൊക്കെ അത് നന്നായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഹെവി കംപ്ലയൻസ് റിക്വയർമെന്റ്സ്. അവർക്ക് ഹെവി കംപ്ലയൻസ് റിക്വയർമെന്റ്സും മറ്റൊരു സ്ഥലത്ത് വളരെ ലിബറൽ ആയിട്ടും പോകുമ്പോൾ അത് എന്താണ് സ്മോൾ ഓപ്പറേറ്റേഴ്സിനെയാണ് ബാധിക്കുന്നത്. ഇറ്റ് കുഡ് മാർജിനലൈസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സ്മോൾ മാരിടൈം ബിസിനസ്സസ്. ഓക്കെ, ദെൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് വരുന്നത്? അഡ്രസ്സസ് ലോങ് പെൻഡിങ് നീഡ് ടു അപ്ഡേറ്റ് കൊളോണിയൽ മാരിടൈം ലോസ്. നമ്മൾ 1908 ലോ ആക്ട് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമുക്കിപ്പോൾ കിട്ടും എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ സ്ട്രെങ്തൻസ് ഇന്ത്യസ് ബിഡ് ടു ബിക്കം എ മേജർ മാരിടൈം ആൻഡ് ട്രേഡിംഗ് ഹബ്. അല്ലെ, ഇന്ത്യ ഒരു മേജർ മാരിടൈം ആൻഡ് ട്രേഡിംഗ് ഹബ്ബായിട്ട് മാറുന്നതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതായത് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ദെൻ ഹൗവർ റിസ്ക്സ് ഓഫ് സെൻട്രലൈസേഷൻ, വീക്ക് ഓണർഷിപ്പ് സേഫ് ഗാർഡ്സ് ആൻഡ് ലാക്ക് ഓഫ് ജുഡീഷ്യൽ ഓവർസൈറ്റ് കുഡ് കോംപ്രമൈസ് ഫെഡറൽ ബാലൻസ്, ഫെയർ കോമ്പറ്റീഷൻ ആൻഡ് ലോങ് ടേം മാരിടൈം സെക്യൂരിറ്റി. പക്ഷെ അവിടെ നമ്മൾക്ക് എന്താണ് നമുക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്?
ഫെഡറൽ ബാലൻസിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഫെയർ കോമ്പറ്റീഷൻ അല്ലേ, സ്മോൾ ആൻഡ് മാർജിനൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബാധിക്കുന്നുണ്ട്. സോ അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ദെൻ ഓൾസോ ലോങ് ടേം മാരിടൈം സെക്യൂരിറ്റി, അവിടെ ലിബറൽ എന്താണ് പോളിസീസ് നമ്മൾ കൊണ്ടുവരുന്നത് വഴി ലോങ് ടേമിൽ നമ്മുടെ മാരിടൈം സെക്യൂരിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചലഞ്ചും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ നമ്മുടെ മെയിൻസ് പേപ്പറിൽ നമ്മുടെ റെലവൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് GS2ലും 3ലും നമുക്ക് കാണാം അല്ലെ. GS2ൽ നമുക്ക് ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ് ഫെഡറലിസം അല്ലെ, ഫെഡറലിസം. ദെൻ എന്താണ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ദെയർ ഇമ്പാക്ട്, ഗവൺമെന്റ് പോളിസീസും അതുവഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളുമാണ് നമ്മൾ ഇതിൽ മുഴുവൻ ഡിസ്കസ് ചെയ്തത്. ദെൻ GS പേപ്പർ 3ൽ എന്താണ് വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ, പോർട്സ് അല്ലെ, infrastructure related, then transport, economy, investment climate, then investment climate, ease of doing businesses. Okay, so all these are related to GS3. then ഇതിൽ നമുക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്, critically examine how the Indian Ports Bill 2025 impacts cooperative federalism and maritime governance. നല്ലൊരു ടോപ്പിക്കാണ്. എന്താണ് കോപ്പറേറ്റീവ് ഫെഡറലിസവും മാരിടൈം ഗവേണൻസും തമ്മിലുള്ള എന്താണ് ഒരു ബാലൻസിങ്ങിനെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ബില്ല് വെച്ചിട്ട് നമ്മൾ അതിനെ എക്സാമിൻ ചെയ്യണം. ഓക്കെ, സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഇതൊന്ന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ഹെഡിങ്, it is related to reservations. Okay, should reservations exceed the 50% cap? Moving to its constitutional provisions, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമ്മൾ ആർട്ടിക്കിൾ 15 and 16 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഗ്യാരണ്ടി ഇക്വാലിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ, ഇക്വാലിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ while allowing special provisions for socially and educationally backward classes. നമ്മുടെ അഫർമേറ്റീവ് ആക്ഷൻസ് തന്നെ വരുന്നത് ഈ ഒരു ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം കൊടുക്കണം. ഓക്കെ, ദെൻ OBCസിനും SC/STസിനും ബാക്ക്വേർഡ് ക്ലാസ്സസിനും ഒക്കെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. ദെൻ കറന്റ് റിസർവേഷൻ അറ്റ് ദ സെൻട്രൽ ലെവൽ ഇറ്റ് ഇസ് 59.5%. അതിൽ തന്നെ 27% OBCസിനും 15% SC, 7.5% for scheduled tribes. Okay, then EWSന് 10%. Okay, ഇതിലുള്ള ജുഡീഷ്യൽ പൊസിഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കേസസ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കി പോവുകയാണ്. ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് 1962 ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ. അതിൽ എന്താണ് പറയുന്നത്, റിസർവേഷൻ മസ്റ്റ് ബി വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ് നോട്ട് എക്സീഡിങ് 50%. 50% വെച്ച് റിസർവേഷൻസ് നിർത്തണം എന്നുള്ളതാണ് ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂരിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NM തോമസ് 1975 അല്ലേ, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ടൈമിലാണ് ഈ ഒരു കേസ് നടക്കുന്നത്. ഹൈലൈറ്റഡ് ദ ഐഡിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി, റിസർവേഷൻസ് ആർ എ കണ്ടിന്യൂവേഷൻ ഓഫ് ഇക്വാലിറ്റി നോട്ട് ആൻ എക്സെപ്ഷൻ. ഓക്കെ, ഇക്വാലിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് റിസർവേഷൻ. ഓക്കെ, സോ ദാറ്റ് ഓൾസോ സപ്പോർട്ട്സ് ഇറ്റ്, not an exception. Okay, then Indira Sani cases it is very important. എന്താണ് Indira Sani കേസ് 1992 it upheld OBC reservation. എന്താണ് OBC റിസർവേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ക്രീമി ലെയർ എക്സ്ക്ലൂഷൻ. OBCയിൽ തന്നെയുള്ള ക്രീമി ലെയർ എക്സ്ക്ലൂഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇന്ദിരാ സാനി കേസിലാണ്. ആൻഡ് റീഅഫേംഡ് 50% ക്യാപ്പ്. 50% ക്യാപ്പ് തന്നെയാണ് അവരവിടെ വീണ്ടും റീഅഫേം ചെയ്തത്. ദെൻ ഇറ്റ് എക്സെപ്റ്റ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻ 2022 ദർ ഇസ് ജാൻഹിദ് അഭിയാൻ കേസ്. ജാൻഹിദ് അഭിയാൻ കേസിൽ വരുന്നത് എന്താണ്, upheld 10% EW. In Janhind Abhiyan case 2022, it upheld 10% EWS quota, allowing economic criteria as a valid ground for reservation. എന്താണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ റിസർവേഷന്
എന്താണ് നമ്മുടെ എക്കണോമിക് ക്രൈറ്റീരിയ ഒരു വാലിഡ് ഗ്രൗണ്ട് ആണ് എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ ജാനിദ് അഭിയാൻ കേസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻ 2024 വി ക്യാൻ സീ ദാറ്റ് എന്താണ് ദവീന്ദർ സിംഗ് കേസ് അല്ലെ, SC suggested, that is Supreme Court suggested that exploring a creamy layer within SCs and STs. Okay, but the center rejected this idea. Okay, center എന്ത് ചെയ്തു, ഈ ഒരു ഐഡിയ റിജക്ട് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിന്റെ എന്താണ് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1950s മുതൽ 2019 വരെ വന്നിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കീ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, then issues and challenges. Coming to the issues and challenges, demand for higher quotas. What? Demand for higher quotas എന്ന് പറയുമ്പോൾ എന്താണ് 50%-ന് മുകളിലേക്ക് ആ കോട്ടയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. കോൾസ് ഫോർ റേസിംഗ് റിസർവേഷൻ ബിയോണ്ട് 50% ടു റിഫ്ലക്ട് കാസ്റ്റ് ഡെമോഗ്രാഫിക്സ്. ഓക്കെ, then vacant post, 40 to 50% of reserved post for SC, STs, OBCs at central level റിമെയിൻ അൺഫിൽഡ്. എന്താണ് റിസർവ്ഡ് പോസ്റ്റുകളിൽ വേക്കൻറ്റ് പോസ്റ്റുകൾ വരുന്നത് ഒരു ചലഞ്ചാണ് അല്ലേ. അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എംപ്ലോയ്മെന്റ് എത്തുന്നില്ല എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കാര്യനിർവഹണത്തിൽ വരുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന എന്താണ് ഫോൾട്ടുകളെ കുറിച്ചുമാണ് വേക്കൻറ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ചലഞ്ച്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ്. വാട്ട്, ആരിലൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആരിലൊക്കെയാണ് ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. രോഹിണി കമ്മീഷൻ എന്താണ് OBCസിന് കിട്ടുന്ന ബെനിഫിറ്റ്സിൽ 97%-ഉം ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള ഒരു സബ് കാസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയാം നമുക്ക്, അതിലുള്ള സബ് കാസ്റ്റ് ആയിട്ടുള്ള 25% ആയിട്ട് അവർക്ക് മാത്രമാണ് ഈ ഒരു 97% ഓഫ് ബെനിഫിറ്റ്സും കിട്ടുന്നത് എന്നാണ് രോഹിണി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so around 1000 OBC communities has no representation. So there is an inequality, like inequality within reservation. So that is concentration of benefits. Okay, then the creamy layer concept. The creamy layer debate for SC, STs supporters എന്ത് പറയുന്നു, it ensures fairer distribution അല്ലേ. നമ്മുടെ OBCയിൽ കൊണ്ടുവന്ന പോലെ ഇവിടെ ഒരു ഫെയറർ ഡിസ്ട്രിബ്യൂഷൻ വരുമെന്ന് സപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട്. ക്രിറ്റിക്സ് എന്താണ് പറയുന്നത്, ദേ ഫിയർ ഇറ്റ് വിൽ ഡീപ്പൻ ദ ബാക്ക്ലോഗ് വേക്കൻസീസ് ആൻഡ് റെഡ്യൂസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാർജിനലൈസ്ഡ് കാസ്റ്റ്. നമ്മൾ മുകളിൽ OBCs ബെനിഫിറ്റ് ചെയ്യുന്ന സെയിം ഡിസ്കഷൻ ഇവിടെയും വരും അല്ലേ. സോ കുറച്ച് പേരിൽ മാത്രം ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയും അതുപോലെ തന്നെ ബാക്ക്ലോഗ് വേക്കൻസീസ് എന്ത് ചെയ്യും കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ മിസ്മാച്ച് വിത്ത് ആസ്പിറേഷൻസ്. With limited public sector job, reservations alone cannot meet youth expectations. Okay, നമ്മുടെ പബ്ലിക് സെക്ടർ ജോബ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ അതിൽ റിസർവേഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് യൂത്ത് എക്സ്പെക്ടേഷൻ നമ്മുടെ എന്താണ് ഡെമോഗ്രഫിക് എന്താണ് വിൻഡോനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. സോ there is a mismatch with aspirations. Okay, then ഇതിന്റെ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് കാണാം, use the 2027 census caste data to re-examine reservation policies. അപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ വെച്ച് നമ്മൾ റിസർവേഷൻ പോളിസീസിനെ റീഎക്സാമിൻ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഇംപ്ലിമെന്റ് സബ് കാറ്റഗറൈസേഷൻ ഓഫ് OBC ബേസ്ഡ് ഓൺ വാട്ട്, രോഹിണി കമ്മീഷൻ റെക്കമെൻഡേഷൻസ്. ഓക്കെ, രോഹിണി കമ്മീഷൻ റെക്കമെൻഡേഷൻ, രോഹിണി കമ്മീഷൻ എന്ന് പറയുന്നത് സബ് കാറ്റഗറൈസേഷൻ ഓഫ് OBC റിസർവേഷൻ ആണ്. ഓക്കെ, ദെൻ consider a two-tier system for SC, ST reservation prioritizing the most marginalized. SC, ST റിസർവേഷനിൽ തന്നെ ഒരു 2-tier സിസ്റ്റം കൊണ്ടുവരിക, മോസ്റ്റ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ. ദെൻ എക്സ്പാൻഡ് ഫോക്കസ് ടു സ്കിൽ ഡെവലപ്മെന്റ്. നമ്മൾ ഈ ഒരു ലാസ്റ്റ് മിസ്മാച്ച് വിത്ത് ആസ്പിറേഷൻസിൽ ഡിസ്കസ് ചെയ്ത പോലെ സ്കിൽ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ടു എൻഷുർ സബ്സ്റ്റാൻറ്റീവ് എംപവർമെന്റ് ബിയോണ്ട് ക്വാട്ടാസ്. ഈ ക്വാട്ടാസിനൊക്കെ മറികടന്ന് നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതുവഴി അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ടു നാഷണൽ ഗ്രോത്ത്. ഓക്കെ, ദെൻ ഇതിൽ UPSC റെലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ GS 2-ലും വരുന്നുണ്ട്, GS 1-ലും വരുന്നുണ്ട്. GS 1-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി, കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ ജസ്റ്റിസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ
constitutional provisions, equality, affirmative action, center state policies, role of judiciary. ഓക്കെ, ഇതിലൊക്കെ GS2 നമുക്ക് ഈ ടോപ്പിക്സ് ഇതിലൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. Then the last heading എന്ന് പറയുന്നത് എന്താണ്? Jaishankar meets German foreign minister, pushes for EU-India FTA. എന്താണ്? യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്. സോ അതിന്റെ എന്താണ് കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. ഓക്കെ, ഹിയർ ദ കോണ്ടെക്സ്റ്റ് ഈസ് the reservation debate has re-emerged with political and judicial developments. In Bihar, the opposition is to increase reservation percentage. Okay, while the Supreme Court has sought the center's view on introducing a creamy layer system for scheduled castes and scheduled tribes, this brings back the larger question of equality, social justice, and the balance between affirmative action and meritocracy. Okay, കറന്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന 50% ക്യാപ്പിൽ നിന്ന് അതിനെ റൈസ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ SC/ST കൂടി എന്താണ് നമ്മൾ OBCയിൽ ഫോളോ ചെയ്യുന്നത് പോലെയുള്ള ഒരു ക്രീമി ലെയർ സിസ്റ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സെന്ററിന്റെ വ്യൂവിനെ കുറിച്ചും ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ആൻഡ് ജർമ്മനി ഹാവ് റീഅഫേംഡ് their commitment to doubling bilateral trade and expediting the India-EU free trade agreement negotiations. Amid global uncertainties such as US tariff hikes, sanctions, and geopolitical tensions involving Russia and China, the talks reflect both economic ambitions and strategic challenges in evolving international order. ഇവിടെ ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നെഗോഷിയേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമ്മുടെ ഗ്ലോബൽ അൺസർട്ടൈനിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ US താരിഫ് ഹൈക്സ് നമ്മൾ റീസെന്റ് ന്യൂസസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ സാങ്ഷൻസ് അല്ലേ, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് വഴിയുള്ള സാങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇൻവോൾവിങ് റഷ്യ ആൻഡ് ചൈന, റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു നെഗോഷിയേഷൻ എങ്ങനെ ഡെവലപ്പ് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ ദ കീ ഡെവലപ്മെന്റ്സ്. ഇന്ത്യ EU FTA കുറിച്ചുള്ള കീ ഡെവലപ്മെന്റ്സ് നമുക്ക് നോക്കാം. നെഗോഷിയേഷൻസ് ഹാവ് ബീൻ ഫാസ്റ്റ് ട്രാക്ഡ് വിത്ത് മന്ത്ലി മീറ്റിംഗ്സ് എക്സ്പെക്റ്റഡ്, എയിമിംഗ് ഫോർ എ ഇയർ എൻഡ് ഡെഡ് ലൈൻ. എന്താണ് EU പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡെർ ലെയൻ ആൻഡ് PM മോദി അവർ ഈ ഒരു ഇയർ എൻഡിലൂടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ നെഗോഷിയേഷൻസിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ കണ്ടൻഷ്യസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാർക്കറ്റ് ആക്സസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഡയറി പ്രൊഡക്ട്സിന് മാർക്കറ്റ് ആക്സസ് വേണം. ദെൻ External Affairs Minister S. Jaishankar highlighted that FTA could act as a ballast to stabilize the global economy. Okay. Then sanctions on Russia. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? US has imposed 50% tariff and secondary sanctions. നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ട് US has imposed 50% താരിഫും. Okay, 50% tariff hike of US and secondary sanctions. Okay, concerns arise whether the EU will follow suit. അപ്പോൾ EUവിന് US-നോടുള്ള ചായ്വ് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇന്ത്യയുടെ കറന്റ് പൊസിഷനിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചലഞ്ചസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യലി ടാർഗറ്റിംഗ് ഇന്ത്യൻ കമ്പനീസ് പർച്ചേസിംഗ് റഷ്യൻ ഓയിൽ. ഓക്കെ, ഇന്ത്യൻ കമ്പനീസ് പർച്ചേസിംഗ് റഷ്യൻ ഓയിൽ. And here we can see that Germany and France are lobbying the EU to align with US measures. So currently German മിനിസ്റ്ററുമായിട്ടാണ് നമ്മൾ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്, നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ടെൻഡൻസി എന്താണ്? ദേ ആർ ലോബിയിങ് ദ EU to align with US measures. Okay, so there is a challenge.
right? Then EU has already banned trade with India's Nayara Energy linked to Rosneft. എന്താണ് റഷ്യയിലെ എന്താണ് റോസ്നെഫ്റ്റിന് അറൌണ്ട് 49% ഓണർഷിപ്പ് വരുന്ന ഒരു ഓയിൽ റിഫൈനറിയാണ് ഇന്ത്യയുടെ നയാര എനർജി എന്ന് പറയുന്നത്. അതിനെ EU ഓൾറെഡി ബാൻ ചെയ്തിട്ടുണ്ട്. നയാര എനർജി ആയിട്ടുള്ള ട്രേഡ് EU ഓൾറെഡി ബാൻഡ് ആണ്. സോ ദർ ഈസ് എ എന്താണ് ചാലഞ്ച് എന്ന് പറയുന്നത്. Then Germany has stressed sanctions aims to reduce Russia's war financing capacity. അതായത് റഷ്യ ഈ ഓയിലൊക്കെ വിൽക്കുന്നത് വഴി റഷ്യക്ക് പൈസ കിട്ടുന്നു, റഷ്യ അതുവഴി വാറിനെ ഫിനാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഓക്കെ, സോ അത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ജർമ്മനി സ്ട്രെസ് സാങ്ഷൻസ് എയിം ടു റെഡ്യൂസ് റഷ്യസ് വാർ ഫിനാൻസിങ് കപ്പാസിറ്റി, നോട്ട് ടു ബ്ലോക്ക് കൺട്രീസ് ടു ആക്സസ് എസെൻഷ്യൽ ഓയിൽ. ഓക്കെ, വാർ ഫിനാൻസിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കൺട്രീസ് എസെൻഷ്യൽ ഓയിൽ ആക്സസ് ചെയ്യുന്നതിനെ അല്ല അവർ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്. ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഹിയർ ഇസ് German Foreign Minister Johann Vadeful labeled Russia and China as the biggest challenges to the international order. ഓക്കെ, കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അതിനെക്കുറിച്ച് ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ അതിനൊരു ഇന്റർനാഷണൽ ചലഞ്ച്, ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും ബിഗസ്റ്റ് ഇന്റർനാഷണൽ ഓർഡറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ അത് കറന്റ് റഷ്യ ആൻഡ് ചൈന ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ he welcomed PM Modi's call for a ceasefire in Ukraine during meetings with Putin and Xi. Okay, മോദി പുടിനും സിയുമായിട്ട് നടത്തിയ മീറ്റിംഗിൽ മോദി എന്ത് പറഞ്ഞിട്ടുണ്ട്? യുക്രൈനിലെ സീസ് ഫയറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അത് നമ്മുടെ ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ വെൽക്കം ചെയ്തിട്ടുണ്ട്. ദെൻ കൺസേൺസ് എക്സ്പ്രസ്ഡ് ഓവർ ചൈനാസ് അസർട്ടീവ്നെസ് ഇൻ ഇൻഡോ പസഫിക് ലിങ്കിങ് യൂറോപ്യൻ ആൻഡ് ഇൻഡോ പസഫിക് സെക്യൂരിറ്റി അല്ലെ. യൂറോപ്യൻ ആൻഡ് ഇൻഡോ പസഫിക് സെക്യൂരിറ്റീസിൽ എന്താണ് കൺസേൺസ് എക്സ്പ്രസ്ഡ് ഓവർ ചൈനാസ് അസർട്ടീവ്നെസ്. ചൈനയ്ക്ക് ഇൻഡോ പസഫിക്കിലുള്ള ഇൻട്രസ്റ്റും അവിടെ ചൈന കാണിക്കുന്ന അസർട്ടീവ്നെസ്സിനെ കുറിച്ചും ഇയാള് എന്താണ് ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ കൺസേൺസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് ഇന്ത്യ റീഐട്രേറ്റഡ് ഇറ്റ്സ് പ്രിഫറൻസ് ഫോർ എ മൾട്ടി പോളാർ വേൾഡ് വിത്ത് സ്ട്രാറ്റജിക് ഓട്ടോണമി. റൈറ്റ്, ഇന്ത്യക്ക് മൾട്ടി പോളാർ വേൾഡിനോടുള്ള എന്താണ് and it also reiterated its preference. India has reiterated its preference for a multipolar world with strategic autonomy, emphasizing cooperation over alignment. നമ്മൾ ഒരു സൈഡിലേക്ക് അലൈൻഡ് ആയി നിൽക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം? കോപ്പറേഷൻ ആണ് വേണ്ടത് എന്നുള്ളതിനാണ് ഇന്ത്യ സ്ട്രെസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ. ഈ ഒരു നെഗോഷിയേഷൻസിൽ ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഇന്ത്യക്ക് റിലേറ്റഡ് ആയിട്ടുള്ള significance എന്തൊക്കെയാണ്? strengthening the India-EU partnership could diversify trade and reduce over dependence on few markets. നമ്മുടെ മാർക്കറ്റ്സിന് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം? ക്യാച്ചർ ചെയ്യാം അല്ലെ. കുറച്ചുകൂടെ മാർക്കറ്റ്സിനോട് നമുക്ക് എന്ത് കിട്ടും? ആക്സസ് കിട്ടും. ദെൻ സാങ്ഷൻസ് റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. EU adopting secondary sanctions could complicate India's energy security and strain relations. Okay, ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ബൈലാറ്ററൽ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ സാങ്ഷൻ റിസ്കിനെ നമുക്ക് മീറ്റ് ചെയ്യണം. അത് ആ ഒരു കൺസേൺ നമുക്ക് കുറയ്ക്കണം. ദെൻ ദ ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ലിങ്ക് ഷോസ് യൂറോപ്സ് ഗ്രോയിങ് ഇൻവോൾവ്മെന്റ് ഇൻ ദ റീജിയൻ. ഇൻഡോ പസഫിക് റീജിയനിലുള്ള യൂറോപ്പിന്റെ ഗ്രോയിങ് ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അലൈനിങ് പാർഷ്യലി വിത്ത് ഇന്ത്യസ് ഓൺ സ്ട്രാറ്റജിക് കൺസേൺസ് ഓവർ ചൈന അല്ലെ. ഇന്ത്യക്ക് ചൈനയുടെ മേലുള്ള സ്ട്രാറ്റജിക് കൺസേൺസുമായിട്ട് അത് എന്താണ്? അലൈൻഡ് ആണ് അല്ലെ. ദെൻ ബാലൻസിങ് ആക്ട്. വാട്ട് ഇസ് ദാറ്റ്? ഇന്ത്യ മസ്റ്റ് മാനേജ് ഇറ്റ്സ് എനർജി ടൈസ് വിത്ത് റഷ്യ. റൈറ്റ്, നമ്മുടെ എനർജി സെക്യൂരിറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ദെൻ സ്ട്രാറ്റജിക് ഓട്ടോണമി, എക്കണോമിക് കോപ്പറേഷൻ വിത്ത് യൂറോപ്പ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം നമുക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം, നമ്മുടെ എനർജി ടൈസ് വിത്ത് റഷ്യ മാനേജ് ചെയ്യാനും പറ്റണം, അതേപോലെ തന്നെ എക്കണോമിക് കോപ്പറേഷൻ വിത്ത് യൂറോപ്പ് നമുക്ക് കൊണ്ടുപോകാനും പറ്റണം. സോ അതിനെ നമുക്ക് ബാലൻസ് ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ. ദെൻ ഹിയർ ദ ചലഞ്ചസ് ആർ നമ്മുടെ FTA ഡിഫറൻസസ്.
അഗ്രികൾച്ചർ ആൻഡ് ഡയറി പ്രൊഡക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള FTA ഡിഫറൻസസ് ഇവിടെ ഒരു ചലഞ്ചാണ്. ദെൻ ഓൾസോ പൊട്ടൻഷ്യൽ EU സാങ്ഷൻസ് ക്ലാഷിംഗ് വിത്ത് ഇന്ത്യസ് എനർജി ഇൻട്രസ്റ്റ്. വാട്ട്? പൊട്ടൻഷ്യൽ EU സാങ്ഷൻസ് ക്ലാഷിംഗ് വിത്ത് ഇന്ത്യസ് എനർജി ഇൻട്രസ്റ്റ്. നമ്മുടെ എനർജി ഇൻട്രസ്റ്റിനെ അത് ക്ലാഷ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൈവേർജന്റ് അപ്രോച്ചസ് ടു റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ്, അല്ലേ? സാങ്ഷൻസ് വേഴ്സസ് ഡയലോഗ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ആ ഒരു അപ്രോച്ചസിലുള്ള ഡൈവേർജൻസ് നമുക്കൊരു ചലഞ്ചാണ്. ആൻഡ് നമുക്ക് എന്തൊക്കെ വേ ഫോർവേഡ്സ് നമുക്ക് ഇവിടെ കാണാം? വി കൻ കണ്ടിന്യൂ ദ ട്രേഡ് ഡിപ്ലോമസി ടു ക്ലോസ് India-EU FTA by building consensus on sensitive issues. സെൻസിറ്റീവ് ഇഷ്യൂസിൽ നമുക്കൊരു കൺസെൻസസ് ബിൽഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ട്രേഡ് ഡിപ്ലോമസി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ FTA നെഗോഷിയേഷൻസ് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലേ? അതിനൊരു നല്ല ഡിസിഷൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആൻഡ് ഓൾസോ എൻഷുർ എനർജി ഡൈവേഴ്സിഫിക്കേഷൻ ടു റെഡ്യൂസ് വൾണറബിലിറ്റി ടു സാങ്ഷൻസ്. Ensure energy diversification to reduce vulnerability to sanctions, and also deepen Indo-Pacific cooperation with EU states while maintaining strategic autonomy. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. അപ്പോൾ അത് എന്താണ്? ആ ഒരു കോപ്പറേഷൻ വിത്ത് EU സ്റ്റേറ്റ്സ് നമ്മൾ ഡീപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാലൻസിങ് ആക്ടിലേക്ക് നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. Then position India as a bridge builder in global geopolitics by balancing relation with റഷ്യ, EU ആൻഡ് ദ US. ഈ ഒരു 3 കൺട്രീസ്, ഈ ഒരു 3 പവേഴ്സുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ബാലൻസിങ് വഴി ഇന്ത്യക്ക് ഒരു ബ്രിഡ്ജ് ബിൽഡർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ ഇതിന്റെ UPSC പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടൻസ് വരുന്നത് എവിടേക്കാണ്? GS2 വരുന്നുണ്ട്, GS3 വരുന്നുണ്ട്. ഇന്ത്യസ് ഫോറിൻ റിലേഷൻസ്, അല്ലെ? GS2 ഇന്ത്യസ് ഫോറിൻ റിലേഷൻസ്, regional and global groupings, right? പിന്നെ impact of policies of developed countries. Okay, then GS paper 3 വരുന്നത് economic diplomacy വരുന്നുണ്ട്, trade negotiations, energy security. നമ്മൾ so far ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം നമ്മുടെ ഈ ഒരു 2 പേപ്പറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. So here is a practice question for you. What is it? Analyze the challenges India faces balancing strategic autonomy with deeper economic ties with EU. ആ ഒരു ബാലൻസിങ് സ്ട്രാറ്റജിക് ഓട്ടോണമിയും എന്താണ് അതുപോലെ തന്നെ എക്കണോമിക് ടൈസും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് എങ്ങനെ ഇന്ത്യക്കുള്ള ചലഞ്ചസിനെ അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സിനാരിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻപുട്സ് കിട്ടും, അല്ലേ, ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന്. സോ താങ്ക് യു.